നിൽക്കവിടെ അന്നോട് ഈ പഠിച്ചോട്ടി പോണല്ലേ പറഞ്ഞത്. ഇത്രയും വർഷം അതൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടാ ജീവിച്ചു. സത്യം എന്താണെന്ന് നിങ്ങളോട് പല തവണ ഞാൻ പറഞ്ഞതാണ്. ഇനി വയ്യ, മടുത്തു. കുറേ നിർത്ത്, ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ, അതൊന്നും കൂടെ ചിലവാകൂല. ഞാൻ കുറ്റക്കാരനല്ലെന്ന് കോടതിയിലേ പറഞ്ഞു. എന്നിട്ട് എന്നെ വെറുതെ വിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിടാൻ പറ്റുന്നില്ല. സംഭവം ശരിയാണേ, പക്ഷെ നാട്ടുകാരിൽ നീ ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തവനാ. നിങ്ങൾക്കൊക്കെ ഒരു കാര്യമല്ലോ. അന്ന് കോളേജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അന്ന് അവൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. അതും കട്ട് ചെയ്ത് അവനൊരു ഓട്ടം ഉണ്ടായിരുന്നു. അന്ന് അവനിൽ കണ്ടൊരു ചിരിയാണ് എൻ്റെ മനസ്സിലിപ്പോൾ. പിന്നെ ഞാൻ അറിയുന്നത് അവൻ്റെ മരണ വാർത്തയാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അവന് കൊടുത്ത വെള്ളത്തിൽ എന്തോ വിഷബാധയുണ്ടെന്ന്. വെള്ളം കൊടുത്ത ഞാനല്ലേ. പോലീസ് എന്നെ ചോദ്യം ചെയ്തു. പക്ഷേ സത്യം എന്താണെന്ന് അവനക്കും അന്ന് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ പറയാം. പിന്നെ എന്തിനാ നീ കുറ്റം ഏറ്റെടുത്തത്? അന്ന് അതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. കാരണം സാഹചര്യ തെളിവുകളൊക്കെ എനിക്കെതിരായിരുന്നു. പിന്നെ അതല്ലാതെ എന്താ പറയും. അതൊക്കെ സത്യമാവാം, പക്ഷെ നിന്നോടുള്ള ദേഷ്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താ വേണ്ടത്? തൽക്കാലം നീ ഒന്ന് മാറി നിൽക്ക്, പിന്നെ ഇതിലുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം.